അരികൊക്കെ നല്ല ലേസ് പോലെ മൊരിഞ്ഞ് നടുഭാഗം പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മുട്ടക്കറിക്കും നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂവിനും കടലക്കറിക്കും കൂടെയൊക്കെ അപ്പം നമുക്ക് സെർവ് ചെയ്യാം. വളരെ കുറവ് ഈസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ അപ്പം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം തയ്യാറാക്കാൻ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി അല്ലെങ്കിൽ ദോശ റൈസ് നന്നായി കഴുകി കുറഞ്ഞത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനിടണം. അതിനുശേഷം വെള്ളത്തിൽ നിന്നും ഊറ്റി കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കണം. ഇനി കപ്പി കാച്ചിയെടുക്കാൻ വേണ്ടി ഈ മാവിൽ നിന്നും 1/4 കപ്പ് അതായത് 3 ടേബിൾ സ്പൂൺ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് 3/4 കപ്പ് വെള്ളവും ഒഴിച്ച് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ ഇളക്കി കുറുക്കിയെടുക്കണം. ഈ പരുവത്തിൽ കുറുക്കിയെടുക്കണം. ഇനി അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി 1 കപ്പ് തേങ്ങ ചിരകിയത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പി കാച്ചിയത് നല്ല പോലെ തണുത്തിട്ടുണ്ട്, ഇതും ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 കപ്പ് തേങ്ങാ വെള്ളം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് ചോറ്, 1/4 ടീസ്പൂണിന് താഴെ ഈസ്റ്റ്, ഇതെല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി അരച്ച് ഒരു 3 മണിക്കൂറിനുള്ളിൽ അപ്പം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ജാറിലേക്ക് ഒഴിച്ച് ജാർ ഒന്ന് കഴുകി അതും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. ഈ പരുവത്തിലാണ് മാവ് അരച്ചെടുക്കേണ്ടത്. കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ, ഒരുപാട് വെള്ളം കൂടി പോകരുത്. ഇനി ഈ മാവ് പൊന്തി വരാനായിട്ട് വെക്കാം. എനിക്കിവിടെ 6 മണിക്കൂർ കൊണ്ട് പൊന്തി വന്നിട്ടുണ്ട്. കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും ഈസ്റ്റിൻ്റെ ക്വാളിറ്റിക്കും അനുസരിച്ചും മാവ് പൊന്തി വരാനെടുക്കുന്ന ടൈമിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനി പൊന്തി വന്ന മാവ് വളരെ പതുക്കെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അപ്പം ചുട്ടെടുക്കാം. അപ്പച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു തവി മാവ് അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് മൂടി വെച്ച് അപ്പം വേവിച്ചെടുക്കണം. ഇപ്പോൾ അരികൊക്കെ മൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പം. ഇനി അപ്പം ചട്ടിയിൽ നിന്നും മാറ്റാം. അരികൊക്കെ മൊരിഞ്ഞ് നടുവിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്